കൊല്ലങ്കോട് ആലമ്പള്ളം കോസ്വേ നിറഞ്ഞൊഴുകി. മീങ്കര അണക്കെട്ട് തുറന്നതിനെ തുടർന്നുള്ള വെള്ളപ്പാച്ചിലാണ് കോസ്വേ പൂർണ്ണമായും വെള്ളത്തിനടിയിലായത്. കോസ്വേ വഴി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കനത്ത മഴയെ തുടർന്നാണ് ആലമ്പള്ളം കോസ്വേ വെള്ളത്തിനടിയിലായത്. കോസ്വേ വഴി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പലതവണ തകരുകയും പിന്നീട് അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്തു. പലതവണ ബലക്ഷയം വന്ന കോസ്വേയിലൂടെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും ഗതാഗതത്തിന് തുറന്നുകൊടുക്കുകയാണ് പതിവ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച അന്നത്തെ കാലത്തിന് അനുയോജ്യമായ നിർമ്മാണ രീതിയായിരുന്നു കോസ്വേ നിർമ്മാണം. വെള്ളപ്പാച്ചിൽ വന്നാൽ മാലിന്യങ്ങളും മരങ്ങളുമെല്ലാം തടഞ്ഞ് വെള്ളം കോസ്വേയിലേക്ക് കയറുന്നത് പതിവാണ്. ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ ആലമ്പള്ളം അഗ്രഹാരത്തെയും കൊല്ലങ്കോട് ടൗണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ഗതാഗത മാർഗമാണ്. കൊല്ലങ്കോട് ടൗണിൽ ഗതാഗതക്കുരുക്കുണ്ടാവുകയോ ഊട്ടറപ്പാലം ഗതാഗതയോഗ്യമല്ലാതെയാവുകയും ചെയ്യുമ്പോൾ ആശ്രയിക്കുന്ന ബദൽ യാത്രാ മാർഗമാണിത്. ഗായത്രിപ്പുഴ നിറഞ്ഞൊഴുകി പ്രദേശം ഒറ്റപ്പെട്ട സ്ഥിതിയാണ്. പുഴയിലെ വെള്ളം ഇറങ്ങിയ ശേഷം മാത്രമേ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാകാൻ സാധ്യതയുള്ളൂ. മീങ്കര ഡാം തുറന്നതിന്റെ ഭാഗമായിട്ട് പുഴ ചപ്പാത്തിപ്പാലത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായി അടച്ചുവച്ചിരിക്കുകയാണ്. അത് എല്ലാ ജനങ്ങളും സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു. UTV ന്യൂസ്, പാലക്കാട്.